അങ്ങനെ ആസ് യൂഷ്വൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു ലൈബ്രറി വിസിറ്റിന് പോകും. സാധാരണ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ദൂരം പോകേണ്ടത് കൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയുടെ വകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അമ്മയുടെ വകയായിട്ടുള്ള ഡെയിലി ബ്ലെസ്സിങ്സും ഇന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ പോകുന്നത് പിറവത്തെ. റിസർച്ചിന്റെ ഭാഗമായിട്ട് പലരെയും മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പോകണം എന്ന് ആഗ്രഹമുള്ള ഒരേ ഒരു സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെവിടെയുമല്ല, പിറവത്തുള്ള പേപ്പർ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻസിലാണ് ഇന്ന് ഞങ്ങൾ വന്നത്. ചെറിയൊരു ലൈബ്രറി വിസിറ്റിന്റെ ഭാഗമായിട്ടാണ് വന്നതെങ്കിലും വരുന്ന സമയത്ത് ഇവിടെ മുഴുവൻ ചുറ്റി നടക്കാറുണ്ട്. സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെയാണ് അവിടെ ഓരോ സമയവും വിസിറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. വളരെ പീസ്ഫുൾ ആണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ. ശാന്തമായിട്ടിരുന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ അവിടെ ചെന്നാൽ സാധിക്കാറുണ്ട്. ഇത് മാത്രമല്ല, ഉച്ചയ്ക്ക് അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള നല്ലൊരു ഊണ് അവിടെ. ഈ ഒരു ഊണ് എല്ലാ ദിവസവും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പഠനത്തിന്റെ ഭാഗമായിട്ട് അവിടെ എത്തുന്ന സ്റ്റുഡൻസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എന്നും ഭക്ഷണം കഴിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ഈ ഫുഡ് നമുക്കും വേണമെങ്കിൽ ഓഫർ ചെയ്യാവുന്നതാണ്. എടുക്കുന്ന ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നൊരു നിയമം മാത്രമാണ് ഞാൻ അവിടെ വ്യക്തമായി കണ്ടത്. അത് കഴിക്കുമ്പോൾ പലപ്പോഴും വയറും മനസ്സും ഒരുപോലെ നിറയാറുണ്ട്. ഇത്തരത്തിൽ വളരെ അടുക്കും ചിട്ടയുമായി നടത്തിപ്പോരുന്ന ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇക്കാണുന്നതാണ് മേൽപ്പാഴൂർ ആദിശങ്കരാചാര്യരുടെ അമ്മ വീടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത് എന്നുള്ളൊരു വിശേഷണം കൂടി ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതേക്കുറിച്ചെല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒപ്പം ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ചരിത്രം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സ്ഥലത്തിന്റെ പവിത്രതയെ ഒട്ടും കളയാതെ തന്നെ നല്ല വൃത്തിയായി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നവരുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു കെട്ടിടവും സ്ഥലവും എല്ലാം എത്തിച്ചേർന്നതെന്ന് എനിക്ക് പലപ്പോഴും അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇതുവരെയായിട്ടും ഇതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഇനി ഈ വഴി പോകുമ്പോൾ മറക്കാതെ ഇവിടെ കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. പഴമയെയും പൈതൃകത്തെയും എല്ലാം ചേർത്ത് നിർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ സ്ഥലം ഇഷ്ടപ്പെടും.